നമസ്കാരം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഇത് കിറ്റി കാറ്റ് ആരോസ് ആണ്. ഓക്കെ, അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഒരു പ്രിസൺ, ഒരു സെർവന്റ്, ഒരു നെടുവീർപ്പിടുന്ന ഒരു സ്ത്രീയും ഒരു സർപ്രൈസുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ജയിലിൽ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സർപ്രൈസ് ആയിട്ട് റിലീസായിട്ട് നിങ്ങളെ കാണാനായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇതൊരു വീട്ടിൽ നിൽക്കുന്ന ആരോടോ അപമര്യാദയായിട്ട് പെരുമാറി എന്ന പേരില് ജയിലിൽ കിടക്കേണ്ടി വന്ന, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു രാത്രി സ്പെൻഡ് ചെയ്യേണ്ടി വന്ന ഒരാളായിരിക്കാം. തെറ്റിദ്ധാരണ ആയിരിക്കാം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ റീഡിങ്. രണ്ടാമത്തെ റീഡിങ് നമുക്ക് നോക്കാം. ഒരു ചിയർഫുൾനെസ് കാണിക്കുന്നുണ്ട്. കാർഡുകൾ എടുക്കുമ്പോൾ അത് തിരിഞ്ഞു വരുന്നു. മണി, പൈസയുടെ കാര്യം വരുന്നുണ്ട്. ഒരു വൈഫും കുഞ്ഞുമുണ്ട്. പിന്നെ ഒരു ഹോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോ ഓഫീസ് പാർട്ടികളിൽ ആരെങ്കിലും പോകുന്നത് വൈഫിന് ഇഷ്ടമില്ലെങ്കിൽ അത് പണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വൈഫിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. ചിലപ്പോൾ ബിസിനസ് മീറ്റിംഗ് ആവുമ്പോൾ പൈസയുടെ കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ രാത്രി പോലും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരാണ്ടാവും. അത് വരുന്നുണ്ടാവാം. അത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കുന്നുണ്ടാവാം. അപ്പൊ ഒരു നിരാശ പോലെ ആർക്കോ ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് അത്രയും നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വന്നേക്കുന്നത് വിഡോവർ, സോൾജിയർ, ജോയ്ഫുൾനെസ്, പിന്നെ ഫ്രണ്ട്. നിങ്ങളൊരു ഗെറ്റ് ടുഗെദർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗെറ്റ് ടുഗെദർ ഈ ഒരു എന്താ പറയാ, ഒരാളെ ചിയർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യ മരിച്ചുപോയ ഒരാൾ, അപ്പൊ നിങ്ങളുടെ സീനിയർ ഓഫീസർ ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ആരോ ഒരാളുടെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ട് ഈ വ്യക്തിയെ ഒന്ന് മനസ്സമാധാനം, കുറച്ചൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്ലാനിങ് ചെയ്യേണ്ടി വരും 24 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് മെസ്സേജസ്. താങ്ക് യു.